ഭാരതീയ സംസ്കാരം തിരിച്ചറിയാതെ പോകുന്നത് പെറ്റമ്മയെ അറിയാതെ പോകുന്നതിന് തുല്യമാണെന്ന് സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവി. സംസ്കാരം നിലനിർത്താൻ യുവാക്കൾ മുന്നോട്ട് വരണമെന്നും അമ്മ ആഹ്വാനം ചെയ്തു. അമൃതപുരി ആശ്രമത്തിൽ യൂത്ത് ഫോർ നേഷൻ കേരള ലക്ഷദ്വീപ് ചാപ്റ്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അമ്മ. സംസ്കാരത്തെ സ്നേഹിക്കുമ്പോഴാണ് മനുഷ്യൻ പൂർണ്ണതയിൽ എത്തുന്നതെന്നും യുവതലമുറ രാഷ്ട്ര നിർമ്മാണത്തിൽ സജീവ പങ്കാളികളാകണമെന്നും യൂത്ത് ഫോർ നേഷൻ കേരള ലക്ഷദ്വീപ് ചാപ്റ്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് അമ്മ പറഞ്ഞു. യുവാക്കളെ കുഞ്ഞുങ്ങളെ മുന്നോട്ട് വരണം. തീർച്ചയായിട്ടും സംസ്കാരം മനസ്സിലാക്കുമ്പം ആ കാരുണ്യം രാജ്യത്തോടും ഉണ്ടാവും. പല പല വേഷങ്ങളിൽ, സംസ്കാര രീതിയിൽ, ആചാരങ്ങളിൽ ഒക്കെ ഉള്ളതാണ് ഭാരതം. ഒരു മഴവില്ല് പോലാണ് ഭാരതം. നമ്മളുടെ ഈ സംസ്കാരം നമ്മളെ പുനർജന്മമാണ് നമ്മളിൽ ജനിപ്പിക്കുന്നത്. നമ്മൾ ജനിച്ചു എന്ന് പറഞ്ഞാലും ഈ സംസ്കാരത്തെ സ്നേഹിക്കുമ്പോഴാണ് നമ്മളെല്ലാം പൂർണ്ണതയുണ്ടാകും. ഭാരത മക്കളെല്ലാം ഐക്യമായി ആ മഴ പോലെ നിന്ന് രാജ്യത്തെ സ്നേഹിക്കാനും സേവിക്കാനും കഴിയട്ടെ എന്ന് മാത്രമേ എനിക്ക് പ്രാർത്ഥനയുണ്ട്. രാജ്യത്തെ സർവകലാശാല വിദ്യാർത്ഥികളിൽ രാഷ്ട്രം പ്രഥമം എന്ന ചിന്താഗതി ഉണ്ടാക്കി രാജ്യത്തിന്റെ സമഗ്ര വികസനത്തിനായി യുവാക്കളെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയതര ദേശീയ മിഷനാണ് യൂത്ത് ഫോർ നേഷൻ. ചടങ്ങിൽ മുൻ നാവികസേനാ മേധാവി അഡ്മിറൽ ആർ ഹരികുമാർ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. യൂത്ത് ഫോർ നേഷൻ സ്ഥാപക ദേശീയ ചെയർമാൻ പ്രൊഫസർ GS മൂർത്തി, ദേശീയ ചെയർമാൻ പ്രൊഫസർ DS ചൗഹാൻ, ദേശീയ പ്രസിഡന്റ് ലഫ്റ്റനന്റ് ജനറൽ VK ചതുർവേദി, മേജർ ജനറൽ P വിവേകാനന്ദൻ എന്നിവരുൾപ്പെടെ നിരവധി പ്രമുഖരും സന്നിഹിതരായിരുന്നു. അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസിൽ പ്രഭാഷണ പരമ്പരയും ചടങ്ങിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ചു. അമൃത ന്യൂസ്, കൊല്ലം.